നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. തൊടുപുഴ ന്യൂമാൻ കോളേജ് മലയാളം അധ്യാപകനായിരുന്ന ടി.ജെ. ജോസഫിനെ കൈവെട്ടിയ കേസിലെ ഒന്നാം പ്രതിയും പിടികിട്ടാപ്പുള്ളിയുമായിരുന്ന സവാദിനെ 13 വർഷങ്ങൾക്ക് ശേഷം കണ്ണൂരിൽ പിടിക്കപ്പെടുമ്പോൾ തെളിയുന്നത് ദേശീയ അന്വേഷണ ഏജൻസിയുടെ ചോദ്യം ചെയ്യൽ മികവ്. ദേശീയ അന്വേഷണ ഏജൻസിയാണ് സവാദിനെ പിടികൂടിയത്. ഒരിക്കലും പിടികൂടില്ല എന്ന് കരുതിയ മറ്റൊരു സുകുമാരക്കുറുപ്പാകാമെന്നായിരുന്നു സവാദിന്റെ മോഹം. എന്നാൽ ചില പോപ്പുലർ ഫ്രണ്ട് നേതാക്കളെ മികച്ച രീതിയിൽ ചോദ്യം ചെയ്ത NIA അന്വേഷണം സവാദിന്റെ അടുത്തെത്തിച്ചു. എടുത്തു പറയേണ്ടതില്ലല്ലോ, കേരള പോലീസിന് ഇന്നും നാണക്കേടാണ് സുകുമാരക്കുറുപ്പിന്റെ കഥ. കുറുപ്പ് ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ഇന്നും ആർക്കും അറിയില്ല. താൻ വിദേശത്തേക്ക് കടന്നുവെന്ന് വരുത്തി സ്വദേശത്ത് കുടുംബവുമായി സാധാരണ ജീവിതം നയിച്ച സവാദിന്റെ ലക്ഷ്യവും മറ്റൊരു സുകുമാരക്കുറുപ്പാവുക എന്നതായിരുന്നു. 13 കൊല്ലത്തെ ഒളിവ് ജീവിതവുമായി സവാദിന് ജയിലിലേക്ക് പോകേണ്ടി വന്നു. അന്ന് കാറിൽ നിന്നും ജോസഫിനെ വിളിച്ചിറക്കി കാറ് തല്ലി തകർത്തതിന് ശേഷം കയ്യിൽ കരുതിയ മഴ കൊണ്ട് ആഞ്ഞ് കൈപ്പത്തി വെട്ടുകയായിരുന്നു. ഈ കൈകൾ ഇനി ഭാവിയിൽ നിനക്ക് ഉപകരിക്കരുത് എന്ന് ആക്രോശിച്ചുകൊണ്ടായിരുന്നു സവാദ് ക്രൂരകൃത്യം നടത്തിയത്. പോപ്പുലർ ഫ്രണ്ട് നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ഇതെല്ലാം ചെയ്തത്. അതിനുശേഷം അതിവേഗം കേരളത്തിൽ നിന്നും മുങ്ങി. ഗൂഢാലോചന ചൂക്കാൻ പിടിച്ചവർ സവാദിന് രക്ഷയുമൊരുക്കി. എന്തു വന്നാലും പിടികൊടുക്കില്ല എന്നതായിരുന്നു സവാദിന്റെ നിലപാട്. എന്നാൽ അത് 13 വർഷങ്ങൾക്ക് ശേഷം പൊളിഞ്ഞു. മട്ടന്നൂർ ബേരത്തെ വാടക വീട്ടിൽ നിന്നുമായിരുന്നു സവാദിനെ NIA കസ്റ്റഡിയിലെടുത്തത്. ഇന്നലെ പുലർച്ചെ 3 മണിയോടെ എത്തിയ 7 അംഗ സംഘമാണ് ഇയാളെ പിടിച്ചുകൊണ്ടുപോയതെന്ന് നാട്ടുകാർ പറയുന്നു. തലയിൽ കറുത്ത തുണിയിട്ട് മൂടിയായിരുന്നു കൊണ്ടുപോയതെന്നും അയൽക്കാർ വെളിപ്പെടുത്തി. ഇതേ മാതൃകയിലായിരുന്നു മറ്റാളുകളെയും രാത്രി വീട് വളഞ്ഞ് NIA അറസ്റ്റ് ചെയ്തതും. ഈ ഓപ്പറേഷനൊന്നും കേരള പോലീസ് അറിഞ്ഞിരുന്നില്ല എന്നതാണ് സത്യം. മാസങ്ങളായി ഇവിടെ ഷാജഹാൻ എന്ന വ്യാജ പേരിൽ ആശാരപ്പണി ചെയ്ത് ജീവിക്കുകയായിരുന്നുവെന്നാണ് വിവരം. 8 മാസമായി കൂരിമുക്ക് എന്ന സ്ഥലത്താണ് മരപ്പണി ചെയ്തിരുന്നത്. മട്ടന്നൂരിൽ എത്തിയ ശേഷമാണ് മരപ്പണി പഠിച്ചതെന്നാണ് വിവരം. ഭാര്യയും 2 മക്കളും ഒപ്പമുണ്ടായിരുന്നു. ഇയാൾ വിവാഹം കഴിച്ചിരിക്കുന്നത് കാസർഗോഡ് നിന്നാണെന്നും അയൽവാസികൾ പറഞ്ഞു. ചെറിയ 2 കുഞ്ഞുങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ രണ്ടാമത്തെ കുട്ടിക്ക് 1 വയസ്സിൽ താഴെ മാത്രമാണ് പ്രായമുള്ളത്. ആദ്യം കണ്ണൂർ ജില്ലയിലെ തന്നെ വിളക്കോടാണ് സവാദ് ഒളിവിൽ കഴിഞ്ഞിരുന്നത്. പിന്നീട് ബേരത്തേക്ക് മാറുകയായിരുന്നു. ഏറെക്കുറെ ഒറ്റപ്പെട്ട ജീവിതമായിരുന്നു ഇയാൾ നയിച്ചിരുന്നത്. കഴിഞ്ഞ 1 വർഷമായി കുടുംബസമേതം ഇവിടെ താമസിക്കുന്നുവെന്നും നാട്ടുകാരിൽ നിന്നും അറിയാൻ കഴിഞ്ഞു. ഇത്ര പ്രമാദമായ കേസിലെ പ്രതിയാണ് ഇയാളെന്ന് ഒരു ഘട്ടത്തിലും അറിഞ്ഞിരുന്നില്ല എന്നും നാട്ടുകാർ പറഞ്ഞു. പോലീസ് പിടിച്ചുകൊണ്ട് പോയപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന വിവരം അവർ പോലും അറിഞ്ഞതെന്നാണ് നാട്ടുകാർ പറയുന്നത്. സംസ്ഥാനത്ത് ഇതിനു മുൻപ് കേട്ടുകേൾവിയില്ലാത്ത വിധത്തിലായിരുന്നു ക്രൂരകൃത്യം. 2010 ജൂലൈ 4 പോപ്പുലർ ഫ്രണ്ട് ഭീകരർ ചോദ്യപേപ്പറിൽ മതനിന്ദ ആരോപിച്ച് ടി.ജെ. ജോസഫിനെ കൈവെട്ടിയത്. തൊടുപുഴ ന്യൂമാൻ കോളേജിലെ BCom മലയാളം ഇന്റേണൽ പരീക്ഷയ്ക്ക് തയ്യാറാക്കിയ ചോദ്യപേപ്പറിൽ പ്രവാചക നിന്ദയുണ്ടെന്ന് ആരോപിച്ചായിരുന്നു പ്രൊഫസർക്കെതിരായ ആക്രമണം. ചോദ്യപേപ്പർ തയ്യാറാക്കിയ ടി.ജെ. ജോസഫിനെ കൈപ്പത്തി പ്രതികൾ വെട്ടിമാറ്റുകയായിരുന്നു. ആരോപണത്തെ തുടർന്ന് സസ്പെൻഷനിൽ ഇരിക്കെയായിരുന്നു ജോസഫിന് ആക്രമിക്കപ്പെട്ടതും. അന്ന് തന്നെ സവാദ് ബാംഗ്ലൂരിലേക്ക് കടന്നതായി കേസ് അന്വേഷിച്ചിരുന്ന ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു. എന്നാൽ 13 വർഷ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ അന്വേഷിച്ചെങ്കിലും സവാദിനെ കണ്ടെത്താനായില്ല. ബാംഗ്ലൂരിൽ നിന്നും സവാദ് ഗൾഫിലേക്ക് കടന്നു. പിന്നീട് നാട്ടിലേക്ക് തിരിച്ചെത്തി. പേരുമാറ്റി ജോലി ചെയ്തു. കുടുംബവുമായി എല്ലാം അതീവ രഹസ്യമായിട്ടായിരുന്നു അവർ ജീവിച്ചിരുന്നത്. പോപ്പുലർ ഫ്രണ്ടിലെ മുൻനിര നേതാക്കൾ മാത്രമായിരുന്നു ഇതെല്ലാം അറിയാമായിരുന്നത്. പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന് ശേഷം പ്രധാന നേതാക്കളെയെല്ലാം NIA അറസ്റ്റ് ചെയ്തിരുന്നു. എല്ലാവരും ഇപ്പോഴും ജയിലിലാണ്. ഇവരെ വിശദമായി തന്നെ പലവട്ടം പോലീസ് ചോദ്യം ചെയ്തു. ഇതിൽ നിന്നുമാണ് സവാദിനെ കുറിച്ചുള്ള സൂചനകൾ NIAക്ക് കിട്ടിയത്. ഈ സൂചനകൾ വെച്ച് നിരന്തര നിരീക്ഷണം നടത്തി. മട്ടന്നൂരിലുള്ളത് സവാദ് തന്നെയെന്നും ഉറപ്പിച്ചു. അതിനുശേഷമായിരുന്നു അറസ്റ്റ് നടത്തിയത്. അതും പോപ്പുലർ ഫ്രണ്ട് നേതാക്കളെ പിടികൂടിയ അതേ മാതൃകയിൽ തന്നെ. സംഭവത്തിന് ശേഷം പ്രതികളെല്ലാം ഒളിവിൽ പോയിരുന്നു. വർഷങ്ങളോളം ഒളിവിൽ കഴിഞ്ഞ പ്രതികളെ പലപ്പോഴും അറസ്റ്റ് ചെയ്ത NIA വെവ്വേറെ കുറ്റപത്രം സമർപ്പിച്ചാണ് വിചാരണ പൂർത്തിയാക്കിയത്. പ്രതികൾക്കെതിരെ NIA UPI ചുമത്തിയിരുന്നു. സംഭവത്തിന് ശേഷം വർഷങ്ങളോളം ഒളിവിൽ കഴിയുകയായിരുന്നു പ്രതികൾ. ആദ്യ വിചാരണ പൂർത്തിയാക്കി കൊച്ചിയിലെ NIA കോടതി 2015 ഏപ്രിൽ 30 വിധി പറഞ്ഞിരുന്നത്. 37 പ്രതികളിൽ 11 പേരെയായിരുന്നു അന്ന് ശിക്ഷിച്ചത്. 26 പേരെ വിട്ടയച്ചു. ഇതിനുശേഷം പിടികൂടിയ 11 പേരുടെ വിചാരണയിൽ 2023 പൂർത്തിയായത്. ആദ്യഘട്ടത്തെ വിചാരണയ്ക്ക് ശേഷമാണ് ഇവരിൽ പലരും അറസ്റ്റിലാകുന്നതും. മുഖ്യ സൂത്രധാരനും ആലുവ സ്വദേശിയുമായ പോപ്പുലർ ഫ്രണ്ട് നേതാവ് MK നാസർ കൃത്യത്തിൽ
വിഷയത്തിൽ നേരിട്ട് പങ്കെടുത്ത സവാദ്, അസീസ് ഒടക്കാലി, ഷഫീഖ്, നജീബ്, മുഹമ്മദ് റാഫി, നൌഷാദ് മൻസൂർ, ആയൂബ്, മൊയ്തീൻ കുഞ്ഞ് എന്നിവരാണ് രണ്ടാം ഘട്ട പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നത്. ഇവരിൽ ഷഫീഖും അസീസും സുബൈർ, മുഹമ്മദ് റാഫി, മൻസൂർ എന്നിവരൊക്കെ കോടതി വെറുതെ വിട്ടു. ഒളിവിലുള്ള ഒന്നാം പ്രതി എറണാകുളം ഒടക്കാലി സ്വദേശി സവാദിനായി ജാമ്യമില്ലാ അറസ്റ്റ് വാറന്റ് ഉണ്ടായിരുന്നു. ഇയാളെ കുറിച്ച് വിവരം നൽകുന്നവർക്ക് 10 ലക്ഷം രൂപ ധനസഹായവും പ്രഖ്യാപിച്ചിരുന്നു. ഇയാളാണ് കണ്ണൂരിൽ കുടുങ്ങിയത്. 13 വർഷം വിവിധ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ നടത്തിയ അന്വേഷണത്തിന് ശേഷവും സവാദ് കാണാമറയത്ത് തന്നെ തുടർന്നതോടെയാണ് ഇനി പിടികൂടാനായേക്കില്ലെന്ന് വിലയിരുത്തപ്പെട്ടത്. സവാദിനെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് ദേശീയ അന്വേഷണ ഏജൻസി കഴിഞ്ഞ വർഷം മാർച്ചിൽ 10 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചു. ആദ്യം 4 ലക്ഷം രൂപയും പിന്നീട് 10 ലക്ഷം രൂപയാക്കി വർദ്ധിപ്പിക്കുകയുമായിരുന്നു. കേസിൽ കേരള പോലീസിന്റെ ക്രൈംബ്രാഞ്ച് വിഭാഗം അന്വേഷണം നടത്തിയ ആദ്യഘട്ടത്തിൽ സവാദിനെ ബാംഗ്ലൂരിൽ നിന്നും കർണാടക പോലീസ് കസ്റ്റഡിയിലെടുത്തതായി സൂചനയുണ്ടായിരുന്നെങ്കിലും അത് സംബന്ധിച്ച സ്ഥിരീകരണം പിന്നീടുണ്ടായില്ല. ബാംഗ്ലൂരിൽ സവാദ് ചികിത്സ തേടി നഴ്സിംഗ് ഹോമിൽ നിന്നും കർണാടക പോലീസ് കസ്റ്റഡിയിലെടുത്തുവെന്നാണ് അന്ന് പുറത്തുവന്ന വാർത്തകൾ. എന്നാൽ അന്നത്തെ അന്വേഷണ സംഘം ഇക്കാര്യം നിഷേധിച്ചിരുന്നുവെന്നും പിന്നീട് കീഴടങ്ങിയ മുഖ്യ സൂത്രധാരൻ MK നാസറിനൊപ്പം സവാദിനെ നേപ്പാളിൽ കണ്ടതായുള്ള രഹസ്യവിവരം NIAക്ക് ലഭിച്ചിരുന്നു. കേസിൽ നാസർ കീഴടങ്ങിയ ശേഷം സവാദ് അഫ്ഗാനിസ്ഥാനിലേക്ക് കടന്നതായി വിവരം ലഭിച്ചു. അഫ്ഗാനിസ്ഥാൻ സ്വദേശിയായ വ്യാജ യാത്രാരേഖകൾ തരപ്പെടുത്തി മറ്റൊരു പേരിൽ സവാദ് വിദേശത്ത് കഴിയുന്നുണ്ടാകുമെന്നായിരുന്നു അന്വേഷണ സംഘത്തിന്റെ ഊഹം. സിറിയയിലേക്ക് കടന്നതായും ഇടയ്ക്ക് പ്രചാരണമുണ്ടായി. ഇതിനിടയ്ക്ക് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയായ റോയുടെ സഹായത്തോടെ NIA അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും വ്യാപക തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. അങ്ങനെയാണ് 13 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ സ്വന്തം കൊച്ചു കേരളത്തിലെ കണ്ണൂരിൽ നിന്നും സവാദിനെ കണ്ടെത്തുന്നത്.